ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വീണ്ടും വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. വീണ്ടും ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോടൊപ്പം നിൽക്കുവാൻ ദൈവം ഒരുക്കിയ വലിയൊരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1 പത്രോസ് 1 അധ്യായത്തിൽ നിന്നും തുടങ്ങിയ നമ്മുടെ വചന പഠന പരമ്പര മുന്നോട്ട് പോകുകയാണ്. കർത്താവിൽ ആശ്രയിച്ച് അതിൻ്റെ 1 വാക്യത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് സംസാരിക്കുവാനാണ് ഞാൻ ഇന്ന് രാത്രികാലം കർത്താവിൽ ശരണപ്പെടുന്നത്. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് എന്ന് പറഞ്ഞു തുടങ്ങി വളരെ ശക്തമായ ഒരു സന്ദേശം പത്രോസ് തുറന്നുള്ള വാക്യങ്ങളിൽ ഈ വിശ്വാസികൾക്ക് കൈമാറുകയാണ്. നമ്മൾ കാണുവാനിടയായി തീർന്നു. അപ്പോസ്തലനായ പത്രോസ്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ എന്ന് പറയുന്നത് ഒരു തലക്കെട്ട് മാത്രമല്ല, അത് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഒരു യാത്രയുടെ, ഒരു കഠിനമേറിയ യാത്രയുടെ ഒരു ശക്തമായിട്ടുള്ളതായ ഒരു മുന്നോട്ട് പോകലിൻ്റെ, അല്ലെങ്കിൽ ജീവിതത്തിൽ കടന്നു വന്നതായ സാഹചര്യങ്ങളെ തരണം ചെയ്യലിൻ്റെ ഒരു സാക്ഷ്യമാണ്. അത് കർത്താവിനോടുകൂടെ നടന്ന തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ രൂപാന്തരത്തിൻ്റെ സാക്ഷ്യമാണ്. തൻ്റെ ജോലി ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കൂ എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ വാക്ക് കേട്ട് അവനെ അനുഗമിച്ച ഒരു പത്രോസിൻ്റെ വ്യക്തിത്വമാണ് നമ്മളവിടെ കാണുന്നത്. ഐഡൻറ്റിറ്റി. യേശു ക്രിസ്തുവിനെ നേരിൽ കണ്ട, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളെന്ന് പറഞ്ഞ പത്രോസിൻ്റെ ഒരു കൺഫെഷനാണ് നമ്മളവിടെ കാണുന്നത്. അതുമാത്രമല്ല, തള്ളിപ്പറഞ്ഞ യേശു ക്രിസ്തുവിനെ വീണ്ടും തന്നെ ആ വിളിയിലേക്ക് റീസ്റ്റോർ ചെയ്ത, പുനഃസ്ഥാപിക്കപ്പെട്ട പത്രോസ് പറയുകയാണ്, ഒരിക്കൽ ഞാൻ തള്ളിപ്പറഞ്ഞു, എന്നാൽ ഇന്ന് ഞാൻ അവൻ്റെ അപ്പോസ്തലനാണ്. ഒരു മടങ്ങിവരവിൻ്റെ, ഒരു റെസ്റ്റോറേഷൻ്റെ സാക്ഷ്യമാണ് ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അതുമാത്രമല്ല, സാധാരണക്കാരിയായ ഒരു യുവതിയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞ പത്രോസ് ഇന്ന് വളരെ ശക്തിയോടെ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ തനിക്കുണ്ടായ ആ മാറ്റം, ആ ധൈര്യം, ആ കൺവിക്ഷൻ, ആ ഉറപ്പ്, അതിൻ്റെ ഒരു സാക്ഷ്യമാണ് ആ വാക്യം. അതുമാത്രമല്ല, വളരെ ശക്തമായിട്ട് ദൈവവചനം പ്രസംഗിക്കുകയും അതിലൂടെ ആയിരക്കണക്കിന് ആളുകൾ കർത്താവിങ്കിലേക്ക് വരികയും ചെയ്തു എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ എൻഡോഴ്സ്മെൻറ്റും കർത്താവിൻ്റെ അംഗീകാരവും തനിക്ക് ലഭിച്ചു എന്നുള്ളത് ഒരു പ്രഖ്യാപനത്തോടെ താൻ അറിയിക്കുകയാണ് ആ വാക്യത്തിലൂടെ. ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് എന്ന് പറയുമ്പോൾ ഒരു ടൈറ്റിലല്ല, ഒരു തലക്കെട്ടല്ല, അതിൽ വലിയതായ ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. വലിയ യാത്രയുടെ അനുഭവങ്ങൾ അതിലുണ്ട്, രൂപാന്തരത്തിൻ്റെ സാക്ഷ്യം അതിലുണ്ട്, വളരെ കൺവിക്ഷൻ്റെ ഒരു തെളിവ് അതിലുണ്ട് എന്ന് നമ്മൾ കാണുവാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ പത്രോസ് ആ വിശ്വാസികളെ പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളെ അഡ്രസ്സ് ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് കാണുവാനായിട്ട് പോകുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പത്രോസ് അവരെക്കുറിച്ച് പറയുന്നത്. അത് അവരുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായി പത്രോസ് പറയുന്ന 3 കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുവാനാണ് ഞാൻ ഇന്ന് കർത്താവിൽ ശരണപ്പെടുന്നത്. ചിതറിപ്പാർക്കുന്ന പരദേശികളായ വൃതന്മാരുമായ വിശ്വാസികൾ. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ചിതറിപ്പാർക്കുന്ന പരദേശികളായ വൃതന്മാരുമായ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ സ്കാറ്റേഡായിട്ട്, സ്ട്രെയിഞ്ചേഴ്സായിട്ട് ഈ പല സ്ഥലങ്ങളിൽ ചിതറിപ്പാർക്കുന്ന ഇലക്റ്റ്, കർത്താവിൻ്റെ ചോസൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശ്വാസി സമൂഹത്തെ അഡ്രസ്സ് ചെയ്യുകയാണ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പത്രോസ് അവിടെ പറയുമ്പോൾ ഇന്ന് അത് കേൾക്കുന്ന, ഇന്ന് വായിക്കുന്ന, ഇന്ന് പഠിക്കുന്ന നമുക്കും അത് വളരെയധികം ബാധകമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളും ചിതറിപ്പാർക്കുന്നവരാണ്, നമ്മളും പരദേശികളാണ്, നമ്മളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിക്കേണ്ടതായ കാര്യങ്ങളാണ്. എന്താണ് ചിതറിപ്പാർക്കുക? നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നതായ ഒരു പദമാണിത്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ കാണുന്ന സ്തെഫാനോസിൻ്റെ മരണനിമിത്തം അതിൽ നിന്ന് തുടർന്നുണ്ടായതായ പീഡന നിമിത്തം ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. അപ്പോൾ ഈ ചിതറിപ്പോക്ക് എന്ന് പറയുന്നത്
ഒരു ഭയാനകമായിട്ടുള്ളതായ ഒരു സംഭവം എന്നുള്ളതിനേക്കാൾ കിങ്ഡം അജണ്ടയുടെ ഭാഗമായി, ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി നടന്നതായ ഒരു കാര്യമായിട്ട് വേണം നമ്മളിതിനെ കാണുവാനായിട്ട്. ഒരു വേർഷനിൽ ഞാൻ വായിച്ചത് സ്കാറ്റേഡ് ലൈക്ക് സീഡ്സ് എന്നാണ്. വിത്തുകളെ പോലെ അവരെ scatter to who have been scattered like seed into the nations living as refugees. വളരെ ഇഷ്ടപ്പെട്ടതായ ഒരു തർജ്ജമയായിട്ട് എനിക്ക് തോന്നി. ചുമ്മാ അങ്ങ് ചിതറിപ്പാർക്കുകയല്ല, അവരെ നട്ടിരിക്കുന്നത് പോലെ, ഈ വിത്ത് വിതറുന്നത് പോലെ അവരെ ചിതറിപ്പാർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചു. എന്തിനു വേണ്ടി? വചനം പ്രസംഗിക്കുവാൻ വേണ്ടി, യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുവാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ദൈവം നമ്മെ ഒരു സ്ഥലത്തേക്ക് വിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോകപ്രകാരമായ കാരണം ഒരു പക്ഷേ നമുക്ക് ഉൾക്കൊള്ളുവാൻ പറ്റാത്തതാണെങ്കിൽ പോലും അതിന് പിന്നിൽ ഒരു ദൈവികമായ ഒരു ഉദ്ദേശമുണ്ടെന്നുള്ളത് ഇന്ന് രാത്രികാലം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വെറുതെ ചിതറിപ്പോകുന്നവരല്ല, ഒരു ഉദ്ദേശത്തോടു കൂടി അയക്കപ്പെട്ടവർ എന്ന് അതിനെ വ്യാഖ്യാനിക്കുകയായിരിക്കും കുറച്ചുകൂടി ഉത്തമം. ചിതറിപ്പോയവർ എന്നുള്ളതിനേക്കാൾ അല്ലേ, ഒരു ഉദ്ദേശത്തോടുകൂടി അയക്കപ്പെടുക. ലോകപ്രകാരം നോക്കുമ്പോൾ ചിതറിപ്പോകുന്ന ഒരു അനുഭവം പോലെയാണ്, ഒരു ഐഡന്റിറ്റി ഇല്ലാത്തതുപോലെയാണ്, അല്ലെങ്കിൽ ഒരു ഉടമസ്ഥൻ ഇല്ലാത്തതുപോലെയുള്ള ഒരു അനുഭവമാണ് ചിതറിപ്പോക്കെന്ന് പറയുന്നത്. എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്രോസ് പറയുകയാണ്, നിങ്ങൾ ചിതറിപ്പോയവരാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്, നിങ്ങൾക്കൊരു ഉടമസ്ഥനുണ്ട്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനൊരു മാറ്റം വന്നിട്ടില്ല. ലോകപ്രകാരം നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് അയക്കപ്പെട്ടു അല്ലെങ്കിൽ ചിതറിപ്പോയി എന്ന് ലോകം പറഞ്ഞാൽ പോലും നിങ്ങൾ അയക്കപ്പെട്ടവരാണെന്ന് ഇന്ന് രാത്രി കാലം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളെ ദൈവം പല സ്ഥലങ്ങളിലേക്ക് വിടുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ യാദൃശ്ചികമായി നമ്മളെ ദൈവം ഒരു സ്ഥലത്തേക്ക് വിട്ടു എന്ന് ചിന്തിക്കുമ്പോൾ ലോകപ്രകാരം അതിന് ഉത്തരം കാണുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും നിങ്ങൾ ഭയപ്പെടരുത്. കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക. അതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടെന്ന് ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ സ്ഥലം മാറ്റമായിരിക്കാം, അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, അത് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുന്നെങ്കിൽ ചിതറിപ്പോക്ക് എന്നുള്ളതിന് മാറ്റി അയക്കപ്പെടുക എന്നുള്ളൊരവസ്ഥയിലേക്ക് ദൈവത്തിനെ എത്തിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് പറയുകയാണ്, ചിതറി പോയതായ വിശ്വാസികൾ. അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ 12-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിലും നമ്മളിത് കാണുന്നുണ്ട്. സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. നമുക്കറിയാം, അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള പേരുണ്ടായത്. അപ്പോൾ നോക്കുക, സ്തേഫാനോസിൻ്റെ നിമിത്തം ഉപദ്രവം ഉണ്ടായവർ അവർ ചിതറിപ്പോയി അടങ്ങിപ്പാർക്കുകയും അല്ല, അവരെ സബ്ഡ്യൂവാൻ സാധിച്ചില്ല, അവരുടെ ഉദ്ദേശത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ സാധിച്ചില്ല. ചിതറിപ്പോയെങ്കിലും ആ ട്രാൻസ്ലേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ വിത്ത് പാകിയതുപോലെ ചിതറിപ്പോയവരാണെങ്കിൽ ആ വിത്ത് മുളയ്ക്കുകയാണ്, അത് അധികം ഫലം കായ്ക്കുകയാണ്. അവർ ചെന്ന സ്ഥലങ്ങളിലെല്ലാം സുവിശേഷം പ്രചരിപ്പിക്കപ്പെടുകയാണ്, സുവിശേഷത്തിന് വേണ്ടി അവർ വക്താക്കളായി മാറുകയാണ്, സഭകൾ പണിയപ്പെടുകയാണ്. പത്രോസ് പറയുകയാണ്, നിങ്ങൾ ഇവിടെ പെർസിക്യൂഷൻ നിമിത്തം, ഉപദ്രവം നിമിത്തം ചിതറിപ്പോയെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള പർപ്പസ് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷികളായി മുന്നേറുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലം ഒരു പക്ഷേ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റു പറയാം, കർത്താവേ, നീ എന്നെ ഇവിടേക്ക് അയച്ചത് ലോകപ്രകാരം ഒരു ചിതറിപ്പോകുന്നത് പോലെയാണ് എന്ന് എനിക്ക് തോന്നിയാലും ഞാൻ അയക്കപ്പെട്ടവനാണ്, ഞാനൊരു ഉദ്ദേശത്തോടു കൂടി അയക്കപ്പെട്ടവനാണ് എന്നുള്ളതായ ഒരു ബോധ്യം നമുക്കുണ്ടാകുമാറാകട്ടെ. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരും പരദേശികളായിരുന്നു, അല്ലേ? പരദേശികളായിരുന്നു. സങ്കീർത്തനം 105-ന്റെ 12ഉം 13ഉം വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു, അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു. അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കിലേക്ക്, ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കിലേക്ക് പോകും. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് പല സമയങ്ങളിൽ അവർ പരദേശികളായി പോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം അവരെ മടക്കി വരുത്തി. പ്രൈസ് ദി ലോർഡ്.
ഒരു കൂടിച്ചേരലിൻ്റെ അനുഭവം നമുക്കുണ്ട്. അത് പൗത്രോസ് പിന്നീടുള്ളതായ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നമ്മൾ ഒത്തുചേരുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ചിതറിപ്പോയവരാണെങ്കിലും നമ്മൾ ഒരു സ്ഥലത്ത് ഒത്തുചേരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അതാണ് ജീവനുള്ള പ്രത്യാശ എന്ന് പത്രോസ് അടുത്തുള്ള വാക്യങ്ങളിൽ കാണുന്ന. അത് നമ്മൾ പിന്നീട് പഠിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇസ്രായേൽ മക്കളെ, ചിതറിപ്പോയ ഇസ്രായേൽ മക്കളെ കൂട്ടിച്ചേർത്തതുപോലെ പുതിയ നിയമ ഇസ്രായേലായ നമ്മൾ ദൗത്യത്തിൻ്റെ അനുസരണത്തിനായി നമ്മൾ ചിതറിപ്പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഐഡൻറ്റിറ്റിയിൽ നിന്നും മാറുന്നവരല്ല. നമ്മുടെ വ്യക്തിത്വം, നമ്മൾ ആരാണെന്നുള്ളതായ ബോധ്യം നമ്മൾ മറന്നു പോകരുത്. പത്രോസ് പറഞ്ഞു, ഞാൻ ആരാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഇനി നിങ്ങൾ ആരാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ഉപദ്രവ നിമിത്തം ചിതറിപ്പോയവരാണെങ്കിലും നിങ്ങൾ ലക്ഷ്യത്തിനു വേണ്ടി മുന്നേറും എന്നാണ് പത്രോസ് ഇവിടെ പറയുന്നത്. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങളിൽ നമ്മൾ കാണുന്നതായ കാര്യമുണ്ട്. നിങ്ങൾ എണ്ണം കുറഞ്ഞവരും ചുരുക്കം പേരും അവിടെ പരദേശികളുമായിരിക്കുമ്പോഴും. അപ്പോൾ സങ്കീർത്തനത്തിൽ കണ്ട കാര്യം വീണ്ടും അവിടെ ആവർത്തിക്കപ്പെടുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് അവിടെ കാണുകയാണ്. പഴയ നിയമ ഭക്തന്മാരെക്കുറിച്ച്, സാക്ഷികളുടെ വലിയൊരു സമൂഹത്തെക്കുറിച്ച്, വിശ്വാസ വീരന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് കണ്ട് അത് അഭിമന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ പരദേശികളാണെന്ന് ഏറ്റു പറഞ്ഞു. അപ്പോൾ ചിതറിപ്പോയ ഒരനുഭവം അവർക്ക് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്കിലും അവർ അവരുടെ ഐഡൻറ്റിറ്റിയെ കാത്തു സൂക്ഷിച്ചു. അപ്പോൾ ഒന്നാമതായിട്ട് പത്രോസ് പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിദുനിയിലും ചിതറിപ്പാർക്കുന്ന പരദേശികൾ, ചിതറിപ്പാർക്കുന്നവർ, ഉദ്ദേശത്തിനു വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ടവർ, ലോകപ്രകാരം ചിതറിപ്പോയവരാണെന്ന് തോന്നിയാലും, സ്കാറ്റേഡ് ആണെന്ന് തോന്നിയാലും, ഇവർക്കൊരു അഡ്രസ്സ് ഇല്ല എന്ന് തോന്നിയാലും, ഒരു ഐഡൻറ്റിറ്റി ഇല്ല എന്ന് തോന്നിയാലും, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാണ് പത്രോസ് മുന്നോട്ട് പോകുന്നത്. ഇനി ഈ സ്ഥലങ്ങളിലൊക്കെ, പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിദുനിയിലൊക്കെ ഇതിനു മുൻപും മിഷണറിമാർ പോയിട്ടുണ്ട്. മറന്നു പോകരുത്. പത്രോസ് അവിടെ യാത്ര ചെയ്തിട്ടുണ്ട്, പൗലോസ് യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം നിങ്ങളെ ചിലപ്പോൾ ചിതറിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് അയക്കുന്നത് മറ്റുള്ളവൻ, ഒരു വ്യക്തി അവിടെ വന്നത് വിത്ത് വിതച്ചതിനെ നനയ്ക്കുവാനായിരിക്കാം. അല്ലേ? പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു. അപ്പോൾ നിങ്ങളെ ഗലാത്യയിലേക്ക് വീണ്ടും അയച്ചത് അവിടെ നടന്ന ആത്മപ്രവൃത്തി, അവിടെ നടന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഒന്നുകൂടി റീസ്റ്റോർ ചെയ്യാനായിരിക്കാം, ഒന്നുകിൽ കണ്ടിന്യൂ ചെയ്യാനായിരിക്കാം. അതുകൊണ്ട് അവിടെ വന്ന പലരുടെയും അനുഭവങ്ങൾ നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. നിങ്ങൾ ഗലാത്യയിലെത്തുമ്പോൾ, കപ്പദോക്യയിലെത്തുമ്പോൾ, ആസിയയിലെത്തുമ്പോൾ, അയ്യോ ഞാൻ ഇവിടെ ആദ്യമാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകേണ്ട. ഒരുപക്ഷെ ആദ്യമായിരിക്കാം. പക്ഷേ ദൈവം നിങ്ങളെ മറ്റൊരു വ്യക്തി ചെയ്ത പ്രവർത്തനത്തെ തുടരുവാൻ വേണ്ടി അവിടേക്ക് അയച്ചതാകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ കാരണം പെർസിക്യൂഷൻ ആണെങ്കിലും അതിൻ്റെ ഉദ്ദേശം ദൈവരാജ്യത്തിൻ്റെ വികസനമാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ, അതിൻ്റെ കാരണം ഒരു പക്ഷേ പെർസിക്യൂഷൻ ആണെങ്കിലും അല്ലെങ്കിൽ പീഡനമാണെങ്കിലും അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിയാണ്. അതുകൊണ്ട് ചിതറിപ്പാർക്കപ്പെട്ട അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത്, നമ്മൾ ഒരിക്കലും തളരരുത്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ് എന്നാണ് പത്രോസ് അടുത്ത് പറയുന്നത്. രണ്ടാമതായിട്ട് പത്രോസ് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ പരദേശികളാണ്. പരദേശികൾ എന്ന് പറയുമ്പോൾ ചിതറിപ്പോയ സ്ഥാനത്താണെങ്കിൽ പോലും അവിടെയും നിങ്ങൾക്കൊരു ഓണർഷിപ്പില്ല. നിങ്ങൾ ഇവിടുത്തുകാരല്ല, പരദേശികൾ ആയിട്ടുള്ള വ്യക്തികളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ നേരത്തെ വായിച്ച സങ്കീർത്തനത്തിലും 1 ദിനവൃത്താന്തത്തിലും നമ്മൾ കണ്ടതാണ്, നിങ്ങൾ അവിടെ എന്തായിരുന്നു? പരദേശികളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ മക്കളോട് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ പരദേശികളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. നിങ്ങളും പരദേശികളായിരുന്നുവല്ലോ. ആ ഒരു കൺസെപ്റ്റ്, നിങ്ങൾ പിൽഗ്രിംസ് ആണെന്നുള്ളതായ ഒരു കൺസെപ്റ്റ് അവരുടെ മനസ്സിലുണ്ട്. അതുതന്നെയാണ് ദൈവം നമ്മളോടും പറയുന്നത്. നമ്മൾ പരദേശികളാണ്, നമ്മൾ ഇവിടുത്തുകാരല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, അല്ലേ? നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, നമുക്കുള്ളൊരു നാടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പിൽഗ്രിം മൈൻഡ് സെറ്റ് വേണം നമ്മൾ ജീവിക്കുവാൻ. 1 പത്രോസ് 2-ാം അധ്യായത്തിലൊക്കെ അത് നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഞാനൊന്ന് വായിച്ചു വിടാം. ആ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിപ്പാനിടയായിത്തീരും.
പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 1:17 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം നിങ്ങളിവിടെ വളരെ ഷോർട്ടായിട്ടുള്ളതായ ടൈം മാത്രമേ ഉള്ളൂ. 70 ഏറെയായാൽ 80. ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. എന്നാൽ എത്ര കാലം ജീവിച്ചു എന്നുള്ളതിനേക്കാൾ ജീവിക്കുന്ന കാലം ചിതറിപ്പാർക്കപ്പെട്ട അവസ്ഥ പോലെ, പരദേശികൾ എന്നുള്ളത് പോലെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ പരദേശിക്ക് ഒരു ജീവിത ശൈലിയുണ്ട്, ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. അതിനെക്കുറിച്ച് നമ്മൾ 1 പത്രോസ് 2 ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുവാനിടയായിത്തീരും. അപ്പോൾ പത്രോസ് അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യമാണ്: നിങ്ങൾ പരദേശികളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ഒരിക്കലും ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയി തീരുവാനായിട്ട് ഇടയായിത്തീരരുത്. നമുക്കിവിടെ വീടുണ്ട് എന്ന് തോന്നിയാലും നമ്മൾ വീടുള്ളവരല്ല. അതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ നല്ല ഗ്രഹവിചാരകന്മാരായിരിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പരദേശികളായി ഇവിടെ താമസിക്കുമ്പോൾ നമ്മൾ ഒന്നിൻ്റെയും ഉടമസ്ഥാവകാശമുള്ളവരല്ല എന്നുള്ള മനോഭാവത്തിലായിരിക്കണം നമ്മളിവിടെ ജീവിക്കേണ്ടത്. ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു സന്യാസി ജീവിക്കുന്നതായ ഒരു റൂമിൽ ഒരു കള്ളൻ കയറിയിട്ട് പറഞ്ഞു, താങ്കൾക്കുള്ളതെല്ലാം ഞാൻ എടുത്തുകൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ നിനക്ക് സാധ്യമല്ല. അപ്പോൾ ആ കള്ളന് വളരെ ഒരു ആകാംക്ഷയായി, എന്താണ് ഈ വൃദ്ധനായ മനുഷ്യൻ പറയുന്നത്, സാധ്യമല്ല എന്ന്. അപ്പോൾ വീണ്ടും ആ കള്ളൻ പറഞ്ഞു, താങ്കൾക്കുള്ളതെല്ലാം, നിങ്ങളുടെ ഉടമസ്ഥയിലുള്ളതെല്ലാം ഞാൻ ഇന്ന് എടുത്തുകൊണ്ടു പോകും എന്ന് വീണ്ടും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിന് നിനക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ആവർത്തി അത് പറഞ്ഞപ്പോൾ ഈ കള്ളൻ ചോദിച്ചു, എന്താണ് താങ്കൾ അത് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇവിടെയുള്ളതൊന്നും എൻ്റെ ഉടമസ്ഥതയിലുള്ളതല്ല, എങ്കിൽ മാത്രമല്ലേ നിനക്കത് എടുക്കുവാൻ സാധ്യമുള്ളൂ. ഞാൻ ഒന്നും ഓൺ ചെയ്യുന്നില്ല, അതുകൊണ്ട് നീ എടുത്തുകൊണ്ടുപോയാലും എൻ്റേതല്ലാത്തത് കൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഒന്നും ഇല്ലാത്തവന് നഷ്ടപ്പെടുവാനൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ? നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ഇനിയുള്ള കാലം ഇവിടെ തന്നെ ജീവിക്കുവാനാണെന്നുള്ള മനോഭാവത്തിൽ നമ്മൾ ജീവിക്കരുത്. നമുക്ക് വ്യത്യസ്തമായൊരു ജീവിതശൈലി ആവശ്യമാണ്. നമ്മൾ പരദേശികളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 പത്രോസ് 2 വാക്യം ഞാനൊന്ന് വായിച്ചു വിടാം. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങൾ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാറെന്ന് ദുഷിക്കും തോറും. എന്താണ് പത്രോസ് ഇവിടെ പറയുന്നത്? നിങ്ങൾ പ്രവാസികളും നിങ്ങൾ പരദേശികളുമാണ്, എങ്കിലും നിങ്ങൾക്കൊരു പോരാട്ടമുണ്ട്. അപ്പോൾ ആ പിൽഗ്രിം മൈൻഡ് സെറ്റിൽ വേണം നമ്മൾ നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിപ്പാൻ. എന്നാൽ ഈ ലോകത്തെ സ്നേഹിക്കുവാൻ, വിട്ടുപോകേണ്ടതിനെ സ്നേഹിക്കുവാൻ സാത്താൻ നമ്മളോട് പോരാടിക്കൊണ്ടിരിക്കും. ലോകത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാകർഷണമായി സാത്താൻ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. സഭയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കും, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കും, കുടുംബങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് റോമാലേഖനം 12 പറയുന്നത് പോലെ ഈ ലോകത്തിന് നമ്മൾ അനുരൂപരാകരുത്. നമുക്കൊരു നിത്യമായ ദേശമുണ്ട്. ഈ ലോകത്തിനെ വിട്ടുപോകുന്ന, ഈ ലോകത്തിന് അനുരൂപമായ രീതിയിൽ നമ്മൾ ജീവിക്കരുത്. നമ്മളിവിടെ പ്രവാസികളാണെന്ന് പത്രോസ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വളരെ കഠിനമായ പീഡനത്തിലൂടെ കടന്നു പോകുന്നവരെ ഉറപ്പിക്കുവാൻ പത്രോസ് എഴുതുന്ന ലേഖനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുകയാണ്, നിങ്ങൾ ചിതറിപ്പോയവരാണ്, നിങ്ങൾ പരദേശികളാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. എന്നാൽ അടുത്ത് പത്രോസ് പറയാൻ പോകുന്ന കാര്യം മൈൻഡ് ബ്ലോയിങ് ആണ്. വളരെ വളരെ ശക്തമായ രീതിയിൽ പത്രോസ് അവർ ഉറപ്പിക്കുന്നതാണ് നമ്മൾ അടുത്ത് കാണുവാനായിട്ട് പോകുന്നത്. എന്നാൽ ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, നമ്മൾ ചിതറിപ്പാർക്കപ്പെട്ടവരാണ്, നമ്മൾ പരദേശികളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3 അതിൻ്റെ 20 വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ എവിടെയാകുന്നു? സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. ഈ ഒരു ഭാഷയാണ് പൗലോസ് എഫേസ്യ ലേഖനം 6 ഉപയോഗിച്ചിരിക്കുന്നത്.
ക്രിസ്തു നിമിത്തം ഞാൻ ചങ്ങല ധരിച്ച സ്ഥാനാപതി എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഒരു അംബാസഡറുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന, ഒരു അംബാസഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം തൻ്റെ സ്വന്തം നാട്ടിലല്ല, മറ്റൊരു നാട്ടിലാണ്. അതുകൊണ്ട് താൻ ഉടമസ്ഥാവകാശമില്ലാത്തവനല്ല, തന്നെ ഓൺ ചെയ്യുന്ന, തന്നെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന, തന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ട് എന്ന് തനിക്ക് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ ഈ ആയിരിക്കുന്ന സ്ഥലത്ത് ടെമ്പററിയാണ്, വളരെ ഒരു ഷോർട്ട് അസൈൻമെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള മനോഭാവത്തോട് ജീവിക്കുന്ന ഒരു അംബാസഡറെ പോലുള്ള ഒരു ജീവിതശൈലിയാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കർത്താവ് പറഞ്ഞു, തിന്നുവാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിപ്പിൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടൻ്റായിട്ടുള്ള, ഒരു സംതൃപ്തിയുള്ളതായ ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, അല്ലേ? മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലും കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ വ്യാകുലപ്പെടരുത്, നിങ്ങൾ വറി ചെയ്യരുത്, നാളെക്കുറിച്ച് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അന്നന്നേക്ക് ആവശ്യമായത് ദൈവം നമുക്ക് തരുവാൻ ശക്തിയുള്ളൊരു ദൈവമാണ്. നിങ്ങളിവിടെ പരദേശികളാണെങ്കിൽ നിങ്ങളെ പോറ്റുവാൻ അവന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്, ഈ ലോകത്തിൽ നിങ്ങൾ നിക്ഷേപം ശേഖരിക്കരുത്. നിങ്ങളുടെ നിക്ഷേപം എവിടെയാണ്? നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണ് നിങ്ങൾ ശേഖരിക്കേണ്ടത്. അതുകൊണ്ട് ആ ചിതറിപ്പോയവരും പരദേശികളുമായ വിശ്വാസികൾ എന്നുള്ളതായ അഭിസംബോധനയിലൂടെ പത്രോസ് നമ്മളോട് പറയുന്നത്, നമ്മളെ ഒരു ഉദ്ദേശപ്രകാരം ചിതറിപ്പോയവരാണ്. അതിന് പിന്നിലുള്ള ഉദ്ദേശം ലോകപ്രകാരം ഒരു പക്ഷേ ദുഃഖമായിരിക്കാം, ലോകപ്രകാരം അതിനൊരർത്ഥവുമില്ലായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ശക്തമായൊരു ഉദ്ദേശമുണ്ട്. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കണ്ടത്. ചിതറിപ്പോയവർ ചുമ്മാ ഇരിക്കുകയല്ലായിരുന്നു, അവർ വചനം പ്രസംഗിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലെ സഭ സ്ഫോടനാത്മകമായി വളരുവാനിടയായിത്തീർന്നു. അതുപോലെ ഇന്ന് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ചെയ്ത് കർത്താവിൻ്റെ ഒരു സാക്ഷിയായി പരദേശിയാണെന്നുള്ളതായ ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ ജീവിക്കുവാനിടയായിത്തീരണം. മൂന്നാമതായിട്ട് പത്രോസ് പറയുന്ന കാര്യം വൃദ്ധന്മാരുമായവർക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ ഇലക്റ്റഡ്, നമ്മെ ദൈവം തിരഞ്ഞെടുത്തവരാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി നമ്മെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ചിതറി പാർക്കപ്പെട്ടവരാണെങ്കിലും നമ്മൾ പരദേശികളാണെങ്കിലും നമ്മൾക്കൊരു ഉടമസ്ഥനുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു ഉടമസ്ഥനുണ്ട്. നമ്മൾ ഇലക്റ്റഡ് ആണ്, നമ്മൾ വൃദ്ധന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ആ അഭിസംബോധനയിലൂടെ തന്നെ അവരെ എൻകറേജ് ചെയ്യുകയാണ്. വളരെ പീഡനത്തിലൂടെ കടന്നുപോയി, ഞങ്ങൾ ചിതറിപ്പോയല്ലോ, ഞങ്ങൾ പരദേശികളാണല്ലോ എന്നുള്ളതായ ഒരു ലോകപ്രകാരം അവരെ ഉള്ള ഒരു ബോധ്യം അവർക്ക് വരുമ്പോൾ പത്രോസ് പറയുകയാണ്, അതിനെ നിങ്ങൾ എലിവേറ്റ് ചെയ്ത് ചിന്തിക്കണം. നിങ്ങൾ ചിതറിപ്പോയവരാണ്, നിങ്ങൾ പരദേശികളാണ്, എന്നാൽ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നിങ്ങൾക്കൊരു ഉടമസ്ഥനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ പൗലോസ് വളരെ ഗഹനമായ ഒരു കാര്യം പറയുന്നുണ്ട്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിനെ അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ഇത്ര മനോഹരമായിട്ടാണ് പൗലോസ് അത് പറയുന്നത്. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം. ഇത് ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ്. ഗോഡ് ദ ഫാദർ, പിതാവായ ദൈവത്തിൻ്റെ പ്ലാനാണ്. യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നതായ ഒരു ഭാഗമുണ്ട്. മനുഷ്യൻ്റെ വീഴ്ചയിൽ സംഭവിച്ചപ്പോൾ ദൈവം ആ തോട്ടത്തിലിറങ്ങി വന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ മനുഷ്യൻ ഓടി ഒളിച്ചു, അല്ലേ? നമുക്കറിയാവുന്നൊരു ഭാഗമാണ്. അന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യവർഗം നഷ്ടപ്പെട്ടു പോയി, ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിൽ നിന്നും അകന്നുപോയി.
അവിടെ വെച്ച് ദൈവം ആദാമിനോടും ഹവ്വയോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആദാമേ, നീ എവിടെ? മനുഷ്യ, നീ എവിടെ? ആ ചോദ്യത്തിൻ്റെ പിറകിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ആദാം എവിടെയാണെന്ന് ദൈവത്തിന് അറിയാത്തത് കൊണ്ടല്ല. സർവ്വവ്യാപിയും സർവശക്തനുമായ ദൈവത്തിനറിയാം ആദാം എവിടെയാണെന്ന്. എന്നാൽ ആ ചോദ്യത്തിൻ്റെ അർത്ഥം, നിനക്ക് എന്തു പറ്റി? ഹല്ലേലൂയ. ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം, നീ എന്തുകൊണ്ട് പഴം പറിച്ചു തിന്നു എന്നല്ല ചോദിച്ചത്. ഞാനായിരുന്നെങ്കിൽ അതായിരിക്കും ആദ്യം ചോദിക്കേണ്ടത്. അതിന് പകരം ഒരു ട്രാൻസാക്ഷണലായിട്ടുള്ള ചോദ്യത്തെക്കാൾ ഉപരിയായി ഒരു ബന്ധത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് അവിടെ ദൈവം ആദാമിനോട് ചോദിച്ചത്. നീ എവിടെ? ഓ പ്രൈസ് ദി ലോർഡ്. ആ വലിയ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിരുന്ന ആദാമും ഹവ്വയും അതിൽ നിന്ന് വീണുപോയപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ദൈവം നമ്മെ ഉൾപ്പെടുത്തി. ഹല്ലേലൂയ. എത്രയോ മനോഹരമായ ഒരു ചിത്രമാണത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ചിതറിപ്പോയവരാണ്, പരദേശികളാണ്. ഈ ലോകത്തിൽ നമുക്കൊന്നും നേടുവാനായിട്ട് ഇല്ല എങ്കിലും ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ബോധ്യത്തിലേക്ക്, ആ ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ വരുന്നത് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മുൻ നിയമനത്തെക്കുറിച്ച് ഒരു വ്യക്തി പറഞ്ഞത് എന്നെ വളരെയധികം ചിന്തിപ്പാനിടയായി തീർന്നു. ഒരു തിയോളജിയൻ, മുറിയിൽ കടക്കുന്നതിന് മുൻപ് തള്ളി തുറക്കുക എന്ന് എഴുതിയിരിക്കും. തള്ളി തുറന്ന ശേഷം നമ്മുടെ പേര് ആ വാതിലിൻ്റെ ബാക്കിൽ എഴുതി വച്ചിട്ടുണ്ട്. അല്ലേ? നമ്മൾ ഉള്ളിലോട്ട് കടന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, എൻ്റെ പേര് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മെ ദൈവം തിരഞ്ഞെടുത്തു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചു. യിരെമ്യാവിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? കണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ യാദൃശ്ചികമായുള്ളവരല്ല. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് പിന്നിലൊരു ഉദ്ദേശമുണ്ട്, വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. അത് പത്രോസ് പിന്നീട് പറയുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങൾ ചിതറിപ്പോയവരാണ്, നിങ്ങൾ പരദേശികളാണ്. എന്നാൽ ഒരു കാര്യം മറക്കരുത്, നിങ്ങൾ വൃതന്മാർ, നിങ്ങൾ എലക്റ്റഡാണ്, നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് പൗലോസ് വളരെ വ്യക്തമായ ഫേസ് ലേഖനത്തിൽ പറയുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു. അല്ലെ? അതാണ് ക്രൂശിൽ നടന്ന സംഭവം. ആദാമേ, നീ എവിടെ എന്ന് ചോദിച്ച ആ ചോദ്യത്തിന് പകരമായി മനുഷ്യ വർഗത്തിൻ്റെ പാപത്തിൻ്റെ പ്രതിനിധിയായി, പാപത്തെ ചുമലിലേറ്റിക്കൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധിയായി യേശു ക്രിസ്തു ആ ചോദ്യം പിതാവിനോട് ചോദിച്ചു. ഇല്ലേ? പിതാവേ, നീ എന്നെ കൈവിട്ടതെന്ത്? പിതാവേ, നീ എന്നെ കൈവിട്ടതെന്ത്? ആദാമായിരുന്നു ആ ചോദ്യം ചോദിക്കേണ്ടത്. ആദാം പാപം ചെയ്തപ്പോൾ ദൈവമേ നീ എവിടെ എന്ന് ആദാമാണ് ചോദിക്കേണ്ടത്. ആ ചോദ്യത്തിന് പകരം ദൈവമാണ് അവിടെ ചോദിച്ചത്. എന്നാൽ ക്രൂശിൽ, ഓ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പ്രതിനിധിയായി കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചപ്പോൾ, പിതാവേ നീ എന്നെ കൈവിട്ടതെന്താ? ഗോഡ് വേർ ആർ യു എന്ന് ചോദിച്ച് ആ വിടവ് നികത്തി നമുക്ക് പകരമായി മരിച്ച് നമ്മെ നീതീകരിക്കുവാൻ, നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കുവാൻ, നമ്മെ തിരഞ്ഞെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. പത്രോസ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, പിന്നീട് അത് പറയുന്നുണ്ട്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന വെള്ളി, പൊന്ന് എന്നിവ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടത്ര. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. പിന്നീട് 1 പത്രോസ് 2:9 നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു എന്നാണ് പത്രോസ് പിന്നീട് പറയുന്നത്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നീടും നമ്മൾ ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളതായ പല വാക്യങ്ങൾ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. അല്ലേ? യോഹന്നാൻ സുവിശേഷം കാണുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു അധികം ഫലം കായ്ക്കുവാൻ വേണ്ടി. അപ്പോൾ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു, കർത്താവ് നമ്മെ നീതീകരിച്ചു.
നമ്മൾ ആ വിശ്വാസത്താൽ അത് ഏറ്റു പറഞ്ഞപ്പോൾ ഒരു വിലയും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. ജസ്റ്റിഫിക്കേഷൻ വാസ് ഫ്രീ. നമ്മെ അവൻ എന്ത് ചെയ്തു? നീതീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പത്രോസ് പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ചിതറിപ്പാർക്കുന്ന പരദേശികളും ആയിട്ടുള്ള വൃദ്ധന്മാർക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് പത്രോസ് മുന്നോട്ട് പോകുകയാണ്. എന്താണ് പത്രോസ് 2-ാം വാക്യത്തിൽ പറയുന്നത്? പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരുമായവർക്ക് എഴുതുന്നത്. അപ്പോൾ നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിലുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ 2-ാം വാക്യത്തിൽ പത്രോസ് പറയുകയാണ്. എന്താണ്? പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവ്. ട്രിനിറ്റി. ട്രിനിറ്റിയുടെ 3 കാര്യങ്ങൾ, 3 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഭാഗം അവിടെ പറയുന്നുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം, ദ ഫോർ നോളജ് ഓഫ് ഗോഡ്. ദൈവം നമ്മെ മുൻ കണ്ടിരിക്കുന്നു. നമ്മൾ ഉരുവാകുന്നതിന് മുൻപ് ദൈവം നമ്മെ കണ്ടു. അതാണ് നമ്മൾ കാണുവാനിടയായിത്തീർന്നത്. എന്തിനു വേണ്ടി? ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ. എന്താണ് പത്രോസ് അവിടെ ഉദ്ദേശിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മെ സാങ്ക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണ്? യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായിട്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പത്രോസ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്. എന്താണ്? നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുകയും ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിക്കുകയും ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം വിളിക്കപ്പെട്ടവരുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. God the Father chose you because of what He knew beforehand. He chose you through the Holy Spirit work of making you holy because of the faithful obedience and the sacrifice of Jesus Christ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധീകരണത്തിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾ ചിതറിപ്പോയവരാണ്, നിങ്ങൾ പരദേശികളാണ്, എന്നാൽ നിങ്ങളെ തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. ചിതറിപ്പോയി നിങ്ങൾ അന്യദേശത്ത് എന്ന് പാർത്താലും നിങ്ങൾ ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് മുന്നേറണം. അതിനൊരനുസരണം ആവശ്യമാണ്. ഗലാത്യലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നിവർത്തിക്കുകയില്ല. അപ്പോൾ ആത്മാവിനെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ദൈവം നമ്മെ അവൻ്റെ മുന്നറിവിനൊത്തവണ്ണം തിരഞ്ഞെടുത്തു എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുകയും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ആ ഒബ്ജക്റ്റീവ് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായിട്ടാണ് പത്രോസ് ഇവിടെ പറയുന്നത്. ആത്മാവിൻ്റെ ഫലം എന്ന് നമ്മൾ കാണുന്നതായ ഗലാത്യലേഖനത്തിൽ 5-20 വാക്യത്തിൽ കാണുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇതെല്ലാം യേശുക്രിസ്തുവിൽ കാണുന്നതായ അനുഭവങ്ങളാണ്. യേശുക്രിസ്തുവിൽ കാണുന്നതായ സ്വഭാവങ്ങളാണ്. ആ സ്വഭാവത്തിലേക്ക് യേശുക്രിസ്തുവിനോട് അനുരൂപരാകുവാൻ വിളിച്ചിരിക്കുന്ന നമ്മുടെ യാത്രയിൽ പരിശുദ്ധാത്മാവാണ് നമ്മെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവവചനം നമ്മൾ വായിക്കുകയും പ്രാർത്ഥനയിൽ നമ്മൾ മുട്ടുമടക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ കന്മഷവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണല്ലോ നമ്മൾ കാണുന്നത്, കുഞ്ഞുങ്ങളെ, പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. എന്നാൽ ഒരുവൻ പാപം ചെയ്തു എങ്കിലോ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്കുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിന്. പ്രൈസ് ദി ലോർഡ്. 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കാണും, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, നമ്മിൽ സത്യമില്ലാതായി.
9-ാം വാക്യം, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. 7-ാം വാക്യത്തിൽ അതിൻ്റെ ഒരു വിശദീകരണം യോഹന്നാൻ പറയുന്നുണ്ട്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് ഇവിടെ പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി. അത് ഒരു നിരന്തരമായിട്ടുള്ളതായ ഒരു പ്രക്രിയയാണ്, അല്ലേ? ദൈവം നമ്മെ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിൽ കർത്താവിൻ്റെ ഒരു മുന്നറിവുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ മുന്നറിവുണ്ടായിരുന്നു. ആ മുന്നറിവിനൊത്തവണ്ണം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് പോലെ അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ അവനെ തിരഞ്ഞെടുത്തു. അതെന്തിനു വേണ്ടി? ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അനുസരണത്തിൽ നടപ്പാനായിട്ടാണ്. നമ്മുടെ ജഡത്തെ മരിപ്പിച്ചുകൊണ്ട് ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ. ഒബീഡിയൻസ്. ആത്മാവിനെ അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ ആരെയാണ് അനുസരിക്കുന്നത്? ജഡത്തെയാണ് അനുസരിക്കുന്നത്. രണ്ടുപേരെയും അനുസരിക്കാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല, രണ്ടുപേരെയും അനുസരിപ്പാനും നമുക്ക് സാധ്യമല്ല. ഒരാളെ മാത്രമേ നമുക്ക് അനുസരിക്കുവാൻ ആകുകയുള്ളൂ. ലോകത്തെയും കർത്താവിനെയും നമുക്ക് സേവിക്കുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നത് പോലെ ആത്മാവിനെ മാത്രം അനുസരിച്ച് ആ വിശുദ്ധീകരണം പ്രാപിച്ച് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായിട്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ വാചകത്തിൽ കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. പീഡനത്തിലൂടെ കടന്നു പോകുന്ന ചിതറിപ്പാർക്കപ്പെട്ട പരദേശികളായ വൃതന്മാരോട് പത്രോസ് പറയുകയാണ്, നിങ്ങൾക്ക് കൃപയും സമാധാനവും, യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ലോകപ്രകാരം നിങ്ങളെ ആശ്വസിപ്പാൻ ആർക്കും സാധ്യമല്ല. വളരെ പീഡനത്തിലൂടെ, വളരെ പ്രയാസത്തിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു. ആ കർത്താവിനെ നിങ്ങൾ ഓർക്കണം, അല്ലേ? ക്രിസ്ത്യാനിയായിട്ട് നിങ്ങൾ കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിച്ചു പോകരുതെന്ന് പത്രോസ് പിന്നീട് പറയുന്നുണ്ട്. നമ്മൾ ആ ഭാഗം പിന്നെ കാണും. എന്നാൽ ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് കൃപ, ദ ഗ്രേസ്, എവറി ഡേ യു നീഡ് ദ ഗ്രേസ്. നിങ്ങൾക്ക് എന്താണ്? എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃപ ആവശ്യമാണ്. ഈ ചിതറി പാർക്കപ്പെട്ട സ്ഥലത്ത് പരദേശികൾ എന്നുള്ള മനോഭാവത്തിൽ ആത്മാവിനെ അനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സമാധാനം. ആ സമാധാനത്തെക്കുറിച്ച് ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. നിങ്ങൾ കടന്നു പോകുന്നതായ അവസ്ഥകളിൽ ലോകപ്രകാരം അതിനൊരു മറുപടി നൽകുവാൻ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം. The peace that surpasses all human understanding. എല്ലാ റീസണിങ്ങിനെയും എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങൾക്ക് അപ്പുറത്ത് വ്യാപരിക്കുന്ന ദൈവിക സമാധാനം, യേശു ക്രിസ്തുവിൻ്റെ കൃപ. പൗലോസ് തനിക്കുള്ള മുള്ളു മാറുവാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്താണ് മറുപടി? പൗലോസെ, ഞാൻ മുള്ളു മാറ്റുകയില്ല. നീ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനെ നിന്നെ കുത്തുവാൻ ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തിനെ? നീ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ. പക്ഷെ നിനക്ക് ആവശ്യമായിട്ടുള്ള എന്തെന്നറിയാമോ? എൻ്റെ കൃപ നിനക്ക് മതി. എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷനാണ് സഫിഷ്യൻറ്റ്. അത് മതി. ഈ ചിതറിപ്പാർക്കപ്പെട്ട പരദേശികളായ നിങ്ങൾക്ക് എന്തു മതി? യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവിൻ്റെ സമാധാനം. പ്രൈസ് ദി ലോർഡ്. പിതാവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം
തന്നേച്ചു പോകുന്നു. ആത്മാവിൻ്റെ ഫലത്തിൽപ്പെട്ടതാണ് സമാധാനം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ പരദേശികളാണ്, നമ്മൾ ചിതറി പാർക്കപ്പെട്ടവരാണ്. ഇന്ന് നമ്മുടെ ഭാരതത്തിലും മറ്റു സ്ഥലങ്ങളിലും അനേക പീഡനങ്ങളിലൂടെ ദൈവസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരയക്കപ്പെടുന്ന സ്ഥലത്ത്, അവർ ജയിലിലാണെങ്കിലും, ഒരുപക്ഷെ നാട് കടത്തപ്പെടുന്ന അനുഭവമാണെങ്കിലും, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവർ വൃദ്ധന്മാരാണ്, അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരെ സസ്റ്റെയിൻ ചെയ്യുന്നത്, പത്രോസ് പറയുകയാണ്, വേറൊന്നുമല്ല, കൃപയും സമാധാനവും നിങ്ങളിൽ വർദ്ധിക്കട്ടെ. ബെയർ മിനിമമല്ല, വർദ്ധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പീഡനം അനുഭവിക്കുന്നവർക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ദൈവം കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നാളെ നമ്മൾ അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. നമുക്കും ദൈവത്തിൻ്റെ കൃപ, സമാധാനം ആവശ്യമാണ്. നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത്. ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കാൻ പോകുകയാണ്. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.